ഇന്ന് രാവിലെ കൊച്ചി എഴുന്നേറ്റത് വൈറ്റില റെയിൽവേ ട്രാക്കിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത കേട്ടാണ്. അതിവേഗത്തിൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. മൃതദേഹത്തിന്റെ തൊട്ടടുത്ത് ലഭിച്ച ഫോണിൽ നിന്ന് മരിച്ചത് കോട്ടയം സ്വദേശിയെന്ന് മനസ്സിലാക്കി. മിന്നൽ വേഗത്തിൽ തന്നെ പോലീസ് പ്രതിയെ പിടികൂടി. പൊന്നൂരിന് സ്വദേശി ഷാജിയാണ് പിടിയിലായത്. ഇരുവരും ട്രാക്കിലേക്ക് പോകുന്നതിന്റെയും തിരികെ ഷാജി മാത്രം തിരിച്ചു വരുന്നതിന്റെയും CCTVകളിൽ കൃത്യമായ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇരുവരും കുടുംബ സുഹൃത്തുക്കളാണ്. ട്രെയിനിന് മുന്നിൽ ചാടിയുള്ള ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാണ് ട്രാക്കിൽ കൊണ്ടുപോയിട്ടത്. കൊലപാതകം എന്തെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ടിലേക്ക്. സുഹൈല, ഇന്ന് പുലർച്ചെ ഏകദേശം 3 മണിയോടുകൂടി ഇതിലെ പാസ് ചെയ്തു പോയ, പ്രത്യേകിച്ച് വൈറ്റില ഭാഗത്തോടുകൂടി പാസ് ചെയ്തു പോയ അമൃത എക്സ്പ്രസിൻ്റെ ലോക്കോ പൈലറ്റാണ് റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഒരു മൃതദേഹം കടക്കുന്നു എന്ന വിവരം കൺട്രോൾ റൂമിലേക്ക് അറിയിക്കുന്നത്. തുടർന്ന് കൺട്രോൾ റൂമിൽ നിന്ന് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നതിൻ്റെ പോലീസിനെ വിവരം അറിയിക്കായിരുന്നു. മരട് പോലീസിലാണ് ആ വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ മരട് പോലീസ് ഇവിടെ എത്തി പ്രാഥമിക പരിശോധന നടന്ന സമയത്ത് ഈ മൃതദേഹത്തിനടുത്ത് നിന്ന് ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു. ആ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് മരിച്ചയാൾ സുധ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. സുധ ബേബി എന്ന കോട്ടയം സ്വദേശിയാണ് എന്ന കാര്യം തിരിച്ചറിയുന്നത്. തുടർന്നുള്ള അന്വേഷണം വളരെ വേഗത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞത്. ആ CCTV ദൃശ്യത്തിൽ ഏറ്റവും നിർണായകമായത് സുധയും ഒരു പുരുഷനും കൂടി ഒരു കാറിൽ വന്നിറങ്ങി റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നതായിരുന്നു. ഏറെ നേരത്തിന് ശേഷം ആ വാഹനത്തിലേക്ക് തിരിച്ചു കയറുന്ന ആ പുരുഷൻ ഒറ്റയ്ക്കാണ് എന്ന കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടതോടെ ആ പുരുഷൻ ആര് എന്നതിനെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണം പോയത്. ഈ അന്വേഷണത്തിലാണ് നിർണായകമായ ഒരു വിവരം പോലീസിൻ്റെ കൈകളിലേക്ക് എത്തുന്നത്. പൊന്നൂരിനി സ്വദേശി ഷാജിയാണ് എന്ന വിവരത്തിലേക്കാണ് പോലീസിനെ എത്തിച്ചത്. ഷാജിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് ഒടുവിൽ ഷാജിയെ കാക്കനാട് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷാജിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഷാജി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഇരുവരും കുടുംബ സുഹൃത്തുക്കളായിരുന്നു. ഈ മരിച്ചുപോയ സുധയുമായിട്ട് അടുത്ത ബന്ധം കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. ആ ബന്ധം സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഏകദേശം 63 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഷാജി എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ഹൈക്കോടതിയിലെ ജീവനക്കാരനായിരുന്നു എന്ന കാര്യം കൂടി പോലീസിന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുണ്ടായിരുന്ന ഒരു തർക്കം, ഇവരുടെ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന ഒരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കം പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ബന്ധം ഉപേക്ഷിക്കുക എന്ന നിലപാടിലേക്ക് ഷാജി പോയതോടുകൂടി ഉണ്ടായ തർക്കമാണ്. ആ തർക്കം ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചു എന്നുള്ളതാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇന്നത്തെ സാധൂകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നായിട്ടുള്ളത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയ്ക്കും കാര്യമായ മുറിവും ക്ഷതവും ഏറ്റിട്ടുണ്ട്. അത് മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഈ മരിച്ച സുധയുടെ ശരീരത്തിൽ മുറിപ്പാടുകളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഷാജി കുറ്റം സമ്മതിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത്. നിലവിൽ മരട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഷാജി ഉള്ളത്. ഈ കൊലപാതകമടക്കമുള്ള കുറ്റങ്ങൾ ഷാജിയുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് മരട് പോലീസ് കടന്നിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവ് ശേഖരണം അടക്കമുള്ള നടപടികളിലേക്ക് നാളെ കടക്കും എന്ന കാര്യം കൂടിയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.